നമസ്കാരം, ഞാൻ മൃണാൽ. മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോ ആണ്. റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നവർ ക്ഷമിക്കണം, എക്കിളുണ്ട്, പോകുന്നില്ല, കുറേ വെള്ളം കുടിച്ചു, സാരമില്ല, സഹിക്കുക തന്നെ. റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നവർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ മാത്രം കണ്ടാൽ മതി, ഒരു സമയം കളയണ്ട. ബാക്കിയുള്ളവർ കണ്ടിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് മെനു അതൊക്കെ നമ്മൾ ആലോചിച്ച് വന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാർക്കിംഗ് എന്ന് മഴക്കാലത്തൊക്കെ നടന്ന് കുറേ ദൂരത്തേക്ക് പോകേണ്ടി വരുന്ന ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ആൾക്കാർ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു സ്റ്റാഫിനെ കുടയും കൊണ്ട് അവിടെ നിർത്തേണ്ടി വരും. അതൊക്കെ പ്രാക്ടിക്കൽ അല്ലാത്ത വലിയ പാട് പിടിച്ച കാര്യമാണ്. അപ്പം റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഹൈവേ സൈഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് മുന്നിൽ തന്നെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കുറേ കാറുകൾ കാണുമ്പോഴേ വഴിയെ പോകുന്നവർക്ക് തിരക്കുള്ള നല്ല റെസ്റ്റോറൻ്റ് ആണെന്നുള്ളൊരു വിചാരം ഉണ്ടാവും, അവിടെ കയറാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് അടുത്ത സംഭവം. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിന് ചുറ്റുമുള്ള ആ ഏരിയ നല്ല വൃത്തിയിൽ കിടക്കണം. ഭക്ഷണം വൃത്തിയുള്ള പാത്രത്തിൽ കൊടുക്കുക, റെസ്റ്റോറൻറ്റ് അകം വൃത്തിയായിരിക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും വൃത്തിയാവുന്നത്. അത് മൊത്തത്തിലൊരു പോസിറ്റീവ് ആംബിയൻസ്, ഒരു ക്ലീൻലിനെസ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന് ഉള്ളൊരു ധാരണ കിട്ടും. അപ്പം അതിന് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഇടയിൽ പുല്ല് പിടിപ്പിക്കാം. ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഇടയിൽ പുല്ല് പിടിപ്പിക്കുന്ന ബെസ്റ്റ് പരിപാടിയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് ചളിയൊക്കെ അടിഞ്ഞുകൂടി വൃത്തികേടാവില്ല. ടൈല് ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം ആളുകൾ വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർലോക്ക് ചെയ്തിട്ട് പുല്ല് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല വഴിയുള്ളത്. പിന്നെ ഞാനതിലൊരു എക്സ്പേർട്ടൊന്നുമല്ല, അതിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുക. പിന്നെ ചില റെസ്റ്റോറൻറ്റുകൾ പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ പിന്നെ ഹൈവേ സൈഡ് റെസ്റ്റോറൻറ്റിൽ മടുപ്പിക്കുന്ന ഡ്രൈവിങ്ങിനെ ദൂരയാത്ര ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അതൊരു രസമൊക്കെ ആയിരിക്കും റെസ്റ്റോറൻറ്റിനകത്തും ചെയ്യാറുണ്ട്. നമ്മളിനി റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോഡിൽ നിന്നുള്ള. അതിപ്പോൾ ഒരു ഹൈവേ സൈഡ് റെസ്റ്റോറൻ്റ് അല്ല എങ്കിൽ പോലും ആ വ്യൂ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തന്നത് കേട്ടിട്ടോ ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് കാണണ്ടേ കൃത്യമായിട്ട്. സ്ഥലം കാണുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. വ്യൂ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൈൻ ബോർഡ്. അതായത് ഈ സൈൻ ബോർഡിൻ്റെ വിസിബിലിറ്റി. സൈൻ ബോർഡ് നമുക്ക് 2 or 3 ആംഗിളുകളിൽ വെക്കാം. പിന്നെ ഒരെണ്ണം നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്ന പോലെ വെക്കാം. ഒരെണ്ണം ഒരു സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നോ വരുന്നവർക്ക് കാണുന്ന പോലെ വെക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ സൈൻ ബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പെട്ടെന്ന് കാണുന്നതായിരിക്കണം. ഹൈവേ സൈഡിലാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല വ്യൂ വേണം. ഇല്ലെങ്കിൽ കാറ് പാസ് ചെയ്ത് പോയാൽ പിന്നെ യൂട്ടേൺ എടുത്ത് തിരിച്ചു കയറലൊക്കെ കണക്കായിരിക്കും. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ ഒരു ടിപ്പിക്കൽ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ക്യാഷ് കൗണ്ടറാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ക്യാഷ് കൗണ്ടറിനോട് ചേർന്നിട്ട് 1-2 സംഭവങ്ങളും കൂടെ വേണം. ഒരു പാഴ്സൽ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുക. പാഴ്സൽ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കോഴിക്കോട് പാരഗണി പോയാൽ കാണാം പാഴ്സൽ ഏരിയ സെപ്പറേറ്റ്, അല്ലെങ്കിൽ വയനാട് സുൽത്താൻ ബത്തേരി വിൽട്ടണിൽ പോയാൽ കാണാം സെപ്പറേറ്റ് പാഴ്സൽ ഏരിയ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടി വി ഒക്കെ വെച്ച് കൊടുക്കാം, അവിടെ കൂപ്പൺ സിസ്റ്റം ആക്കാം, നമ്മൾ ബാങ്കിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ബില്ല് അവിടെ ചെന്ന് എന്താ വേണ്ടതെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഡിജിറ്റലാക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിൻ്റെ അടിയിൽ ഒരു ടോക്കൺ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ടോക്കൺ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അത്രയും സമയം നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ടി വി കണ്ടോണ്ടോ എങ്ങനെയാ വെച്ചാൽ ഇരിക്കാം. ഇതേ സ്ഥലത്തുനിന്ന് തന്നെ ഡെലിവറി ബോയ്സിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം പാഴ്സലുകൾ കൊടുക്കാം. അപ്പോൾ ഡെലിവറിയും പാഴ്സലും ടേക്ക് അവേയും ആ ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കും. അത് മറ്റേ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനത്തിനെ വല്ലാതെ സഹായിക്കും ഇത് അവിടുന്ന് മാറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് പിന്നെ ഈ ഡെലിവറിയുടെ പിള്ളേർ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാഴ്സലിനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. അപ്പം കസ്റ്റമേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇനി നമ്മൾ ഡൈനിങ് ഏരിയനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ
സാധാരണ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിൽ 100 താഴെ സീറ്റാണ് പൊതുവേ ഉണ്ടാവുക. നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു 100 മുതൽ 150 സീറ്റ് വരെയാണ് സാധാരണ ഉണ്ടാക്കുക. അതിൽ കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്, ഓരോ സാഹചര്യത്തിനനുസരിച്ച്, സ്പേസിനനുസരിച്ച്. നമുക്കൊരു ടിപ്പിക്കൽ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഫേർണിച്ചറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇൻറ്റീരിയർ ബേസിക്കലി നമ്മൾ സാധാരണ ടൈലാണ് ഇടുക. വോളും അതുപോലെ നന്നായി പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി, വാളിൽ ടൈൽ ചെയ്യണമെന്നില്ല. പിന്നെ ചെറിയ ചെറിയ വഴികൾ വേണം ഫർണിച്ചറുകളുടെ ഇടയിൽ കൂടെ, കസ്റ്റമേഴ്സിന് മൂവ് ചെയ്യാനും എല്ലാ ടേബിളിലേക്കും സെർവ് ചെയ്യുന്നവർക്ക് ആക്സസ് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ട് വേണം ആ സ്പേസിങ് ഉണ്ടാക്കാൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 100 സീറ്റ് ഇടാം എന്ന് വിചാരിച്ച് സ്പേസ് ഉണ്ടാക്കിയാൽ ഇത് ഓഡിറ്റോറിയത്തിൽ 100 സീറ്റ് ഇടുന്ന പോലെ ഇങ്ങനെ നിരത്തി ഇടാൻ പറ്റുമല്ലോ. അതിൻ്റെ ഇടയിൽ ടേബിൾ വേണം, സ്പേസ് വേണം. പിന്നെ ഒരാൾക്ക് എഴുന്നേൽക്കുമ്പോൾ ആ ചെയർ പുറകിലോട്ട് വലിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുറകിലോട്ട് വലിക്കാനുള്ള സ്ഥലം വേണം. അങ്ങനെ കുറേ സ്ഥലങ്ങൾ വേണം. പിന്നെ ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൻ്റെ ആ ഒരു ഏരിയ, അവിടെ ആയിരിക്കും മിക്കവാറും കസ്റ്റമേഴ്സ് പരാതി പറയാനും എല്ലാത്തിനും. എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വെയിറ്ററോടായിരിക്കില്ല, അവിടെ പരാതി പറയാനും എല്ലാം ഉണ്ടാവും. അത് കുറച്ച് വിസ്താരത്തിൽ 2-3 പേർക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 100 കൂടുതൽ സീറ്റുള്ള റെസ്റ്റോറൻ്റ് ആണ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും ക്യാഷ്യർമാർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ രാത്രി ഒരു 11 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാഷ്യർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 ക്യാഷിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ തിരക്കുള്ള സമയത്ത് ഈ 2 ക്യാഷിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് 2 പേർക്ക് നിൽക്കാൻ പറ്റണം. പിന്നെ മാനേജർക്കോ മറ്റോ ഒരു 10 മിനിറ്റ് നേരത്തേക്കോ മറ്റോ അവിടെ വന്ന് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 3 പേർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം വേണം. പിന്നെ ഈ CCTV നോക്കാനും അതൊന്നും ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാകുന്ന ഒരു ഉപദ്രവമാണ്. CCTVക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഓഫീസ് സ്പേസ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുന്നതാണ് CCTVക്കൊക്കെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും കാര്യം നോക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ തന്നെ പോയി നോക്കാം. ക്യാഷ് കൗണ്ടറിൽ അതൊക്കെ വെക്കുന്നതെന്ന് പറയുമ്പോൾ അത് അഗെയിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫംഗ്ഷന് ഒരു ഉപദ്രവമായിട്ട് മാറും. പിന്നെ നമ്മൾ സർവീസ് സെക്ഷനിൽ വളരെ പ്രധാനമായിട്ട് വേണ്ടൊരു സംഭവമാണ് സർവീസ് ഏരിയ പിള്ളേർക്കുള്ള. അതായത് ഇപ്പോൾ ഒരു മീൽസും കൊണ്ട് കിച്ചണകത്ത് നിന്ന് വന്നിട്ട് അവർക്ക് ആ സർവീസ് ടേബിളിൽ അത് വെച്ച് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക്, അതായത് പഴയ പോലെ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന സാധനം അതേപോലെ കൊണ്ടുപോയിട്ട് ടേബിളിൽ കൊടുക്കുകയല്ലല്ലോ. അവർക്ക് അതിൽ ഓരോന്നിലും സ്പൂൺ ഇടേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഓരോന്നിൻ്റെ സൈഡിലുള്ള അക്കമ്പനിമെൻറ്റ്സ് ചിലപ്പോൾ അച്ചാറോ സംഭവങ്ങളൊക്കെ സർവീസ് ടേബിളിൽ നിന്ന് സെർവ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാം. ഒരു ഏരിയ വേണം. വലിയ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ, അതായത് 200 കൂടുതൽ സീറ്റൊക്കെയുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു സർവീസ് ഏരിയ മതിയാവില്ല. ഓരോ സെക്ഷനായിട്ടല്ലേ സെർവ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഫേർണിച്ചറിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ടേബിൾസും, അതായത് 80x80 സെൻറ്റിമീറ്റർ 80x80 എന്ന് പറയുന്നത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ടേബിളാണ്. ഇത് വളരെ വലിയ ടേബിളാണ് അർത്ഥത്തിൽ. 80x70 ഉണ്ടായാൽ തന്നെ മതി. പിന്നെ 4 പേർക്കുള്ള ടേബിൾ 80x120, 70x120 ആയാലും മതി. പിന്നെ ഇത് മീൽസും ബിരിയാണി എല്ലാം കുറേ പ്ലേറ്റുകളൊക്കെ വിളമ്പേണ്ട സിറ്റുവേഷനിലാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ജ്യൂസ് ഇടയൊക്കെ ആണെങ്കിൽ ഇതൊന്നും വലിയ ടേബിളിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ 6 ടേബിൾ 80x160 ചെയ്യാം. അപ്പോൾ കസേരയും അതുപോലെ പൊതുവെ മരത്തിൻ്റെ ടോപ്പും മരത്തിൻ്റെ കസേരയാണ് സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റിൽ നല്ലത്. വൃത്തിയാക്കാനും എല്ലാത്തിനും അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലുകളുണ്ടല്ലോ, മേശയുടെ കാലുകൾ, അത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു ഉപദ്രവമാവുന്നത്. ഇപ്പം നടുവിലൊരു സിംഗിൾ കാല് ഉള്ള ടേബിള് നല്ല ഒരു ഐഡിയ ആണ്. അല്ലെങ്കിൽ 2 കാല് മാത്രമുള്ള ടേബിൾ. നമ്മുടെ സാധാരണ വീട്ടിലെ ടേബിളിലെ പോലെ ഓരോ മൂലയിലും കാലുള്ള ടേബിളാവുമ്പോൾ ഇരുന്ന് കഴിക്കുന്നവർക്ക് നല്ല പാടാണ്. അതിൻ്റെ അടിയിലേക്ക് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി 2 ടേബിളും 4 ടേബിളും 6 ടേബിളും ഒക്കെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ വേണ്ടി വരും. ഇപ്പോൾ ഹൈവേ സൈഡിലെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും വേണ്ടി വരും. കാരണം പല ടൈപ്പ് കസ്റ്റമേഴ്സ് വരുമല്ലോ. ഇപ്പോൾ ആകെ ഒരാളെ ഉള്ളൂ എന്ന് വെച്ചോ, അയാൾ വന്നിട്ട് നമ്മളെല്ലാം 4 ടേബിളാണ് ഇട്ടതെങ്കിൽ അയാൾ വന്നിട്ട് 4 ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക്
ബാക്കി 3 അത് നമുക്ക് ഇരുത്താൻ പറ്റില്ല. അത് ടേബിൾ ഷെയർ ചെയ്യുന്ന അത്ര നല്ലൊരു രീതിയല്ല ഒരു സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ് അല്ലേ. വളരെ കുറച്ച് 2ൻ്റെ ടേബിൾ, ഭൂരിഭാഗം 4ൻ്റെ ടേബിൾ, വളരെ കുറച്ച് 6ൻ്റെ ടേബിൾ. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എപ്പോഴും ടേബിൾസ് ജോയിൻ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ ഒരു 8 പേര് വന്നു, അപ്പോൾ 2 4ൻ്റെ ടേബിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 8 പേർക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഒരു 2ൻ്റെയും 6ൻ്റെയും ടേബിൾ ജോയിൻ ചെയ്ത് 8 പേർക്ക് ഇരിക്കാം. തിരക്കുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്ന റെസ്റ്റോറൻറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടേബിൾ ജോയിൻ ചെയ്തിട്ടൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങളുടെ കസ്റ്റമർ പ്രൊഫൈലിൻ്റെ പ്രത്യേകതകളനുസരിച്ച് എത്ര 2ൻ്റെ ടേബിൾ, എത്ര 4ൻ്റെ ടേബിൾ, എത്ര 6ൻ്റെ ടേബിൾ. ഇനിയിപ്പോൾ 2ൻ്റെ ടേബിളേ വേണ്ടേ, കാരണം എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ വലിയ ക്രൗഡാണ് വരിക. ഞാൻ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് കണ്ടിട്ടുണ്ട്, തലശ്ശേരിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ 2 പേരായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത് വളരെ കുറവായിരിക്കും. എല്ലാം വലിയ ക്രൗഡായിരിക്കും വരിക. അപ്പം 24-30 പേരൊക്കെ വരുന്ന വളരെ സാധാരണയായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് അങ്ങനെയാണല്ലോ, കൂട്ടുകുടുംബവും അങ്ങനെയൊക്കെയുള്ള സംസ്കാരമുള്ള സ്ഥലങ്ങളാകുമ്പോൾ ചിലപ്പോൾ 2ൻ്റെ ടേബിൾ വേണ്ടി വരില്ല. പറഞ്ഞു തന്നേ ഉള്ളൂ. ചില സ്ഥലത്ത് എല്ലാം 2ൻ്റെ ടേബിളായിരിക്കും വേണ്ടി വരും. എല്ലാവരും കപ്പിൾസ് ആയിരിക്കും വരിക. അങ്ങനെയും സംഭവിക്കാം. പിന്നെ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ബേബി ചെയർ. നല്ല ബേബി ചെയർസ് മേടിച്ച് വെക്കണം. ഒരു 100 സീറ്റുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു 4-5 ബേബി ചെയർസ് ഉണ്ടായാൽ മതി. ബേബി ചെയർസ് ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്. പിന്നെ ട്രോളി, നമുക്ക് 2 ടൈപ്പ് ട്രോളികളുണ്ട് സർവീസിൽ. ഒന്ന് ഭക്ഷണം സെർവ് ചെയ്യാൻ കൊണ്ടുപോകാനുള്ള ട്രോളി. ഇപ്പോൾ ഈ പോത്തിൻ്റെ കാല്, അതിൻ്റെ ഒരു ഇത് കണ്ടല്ലോ, പോത്തിൻ്റെ കാലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ യൂഷ്വൽ ടേബിളിൻ്റെ മുകളിൽ കുത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ട്രോളിയും ബലമുള്ള ഒരു പ്ലാറ്റ്ഫോമും വേണ്ടി വരും. അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങൾ സെർവ് ചെയ്യുന്നത്, വളരെ വെയിറ്റുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നതിന് നമുക്കൊരു സെർവ് ചെയ്യാൻ അതിൻ്റെ ട്രോളിയുടെ മുകളിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ട്രോളി വേണം. ഭൂരിഭാഗം റെസ്റ്റോറൻറ്റിൽ അത് വേണ്ടി വരില്ല. വേണ്ട ട്രോളി എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, സർവീസ് ക്ലിയറൻസിനുള്ള ട്രോളി. ഈ ക്ലിയറൻസിനുള്ള ട്രോളിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം, അതിനൊക്കെ വിശദമായിട്ട് വേറെ ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ പറയാനുള്ള കാരണം, ഇത് പോകാനുള്ള ഗ്യാപ്പ് വേണം വഴിക്ക്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന ട്രോളി പോകാനുള്ള ഗ്യാപ്പ് എന്ന് വെച്ച് ഒരാൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അയാളെ ടച്ച് ചെയ്യാതെ ആ ട്രോളി കടന്നു പോകണം. അപ്പം ഇടയിലിടുന്ന, അതായത് ഡൈനിങ് ഏരിയയിലെ ഫേർണിച്ചർ അറേഞ്ച്മെൻറ്റിൽ ഈ സാധനങ്ങളൊക്കെ വേണം. പക്ഷേ ഇടയിലുള്ള വഴികൾ, ട്രോളിക്ക് പോകാനുള്ള വഴികൾ, കാരണം ട്രോളി എല്ലായിടത്തും എത്തണമല്ലോ, കൃത്യമായിരിക്കണം. ഇനി കിച്ചൺ ഡിസൈൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്യാം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കിച്ചൺ പുറത്തുനിന്ന് നമ്മൾ ഓപ്പൺ കിച്ചൺ ആണോ വേണ്ടയോ, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ചില റെസ്റ്റോറൻറ്റുകളിൽ പുറത്തോട്ട് പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റിലോ റൈറ്റിലോ അങ്ങനെയൊക്കെ ജ്യൂസിൻ്റെ ഒരു ഏരിയ, ചായയുടെ ഏരിയ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്നാക്കിൻ്റെ ഏരിയ, അങ്ങനെയുള്ള കിച്ചൺ, അത് നമുക്ക് കിച്ചണിൻ്റെ ഭാഗമായിട്ട് പറയാം. ഇനി ഇതിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. AC വെക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്പ്ലിറ്റ് AC വെക്കാതെ പിന്നെ സെൻട്രലൈസ്ഡ് AC വെക്കുന്നതാണ് ലോങ് ടേം യൂസേജിന് നല്ലത്. കസ്റ്റമർ എക്സ്പീരിയൻസും ബെറ്റർ അതായിരിക്കും. സ്പ്ലിറ്റ് AC എപ്പോഴും ഒരു തലവേദനയാണ്. എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ കൺട്രോൾ, ചിലതിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അങ്ങനത്തെ ഒന്നും തലവേദനയില്ല. കുറച്ചുകൂടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലൈസ്ഡ് AC അതാകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറച്ചൊന്ന്. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാക്സിമം സോളാർ പാനലുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം റെസ്റ്റോറൻറ്റിൽ ഇലക്ട്രിസിറ്റി ബില്ല് വലിയൊരു പാരയാണ് റണ്ണിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് സോളാർ പാനലുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് സബ്സിഡി ഉണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും. അത് ബാറ്ററി വെച്ചിട്ടുള്ള സോളാർ പാനൽ ആവരുത്, KSEBയുടെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല, ഇന്ന് അടച്ചിടുന്നത്, ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി മുഴുവൻ KSEB നിങ്ങളുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചോളും. അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ട്. സോളാർ പാനൽ ഉണ്ടാവുന്നതാണ് പൊതുവേ നല്ലത്. അപ്പോൾ പകൽ മുഴുവൻ സോളാറിൽ വർക്ക് ചെയ്യാം, രാത്രി KSEBന്ന് കറണ്ട് എടുക്കാം. എന്നിട്ട് അവരതിൻ്റെ നിങ്ങൾ എത്ര അങ്ങോട്ട് കൊടുത്തു എത്ര ഇങ്ങോട്ട് എടുത്തു എന്നുള്ളത് നോക്കിയിട്ട് അവരങ്ങനെ ബില്ല് ചെയ്യുക ചെയ്യാം. നല്ലൊരു സംഭവമാണത്. പക്ഷെ മൊത്തം ഒരു 30 ഒക്കെയാണ് കണക്റ്റഡ് ലോഡാണെങ്കിൽ അത്രയും സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ കുറച്ച് കാശാവും. അത് നോക്കിയിട്ട്, കാശിൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. നമുക്ക്
ഈ ട്രോളികളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, ആ ട്രോളീനെ കുറിച്ച് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കളക്ട് ചെയ്യുന്ന സാധനം വന്നിട്ട് സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ലിക്വിഡ് വേസ്റ്റ് കിച്ചണിൽ നിന്ന് വരുന്നത് ഉണ്ടാവും, വാഷ് ബേസിനിൽ നിന്ന് വരുന്നത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് കിച്ചണിലുള്ള ഗ്രീസ് ട്രാപ്പിൻ്റെ കാര്യം അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിച്ചൺ ഡിസൈനിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഈ ലിക്വിഡ് വേസ്റ്റ്, അതായത് ഇപ്പോഴും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പെർമിഷൻ വേണമെന്നാണ് നിയമം. അതൊന്നും അങ്ങനെ കാര്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിയമം അതാണ്, സത്യത്തിൽ അത് വേണം താനും. നമ്മുടെ മുമ്പിലൊരു ഡ്രൈനേജ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കിച്ചണിൽ നിന്നുള്ള എല്ലാ വേസ്റ്റും അതിനകത്തോട്ട് നമുക്ക് തുറന്നു വിടാൻ പറ്റില്ല. നിയമപ്രകാരം അത് തെറ്റാണ്, വലിയ കുറ്റമാണ്. റെസ്റ്റോറൻറ്റ് പൂട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള വലിയ കുറ്റമാണ്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു STP പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കുക. എന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള വെള്ളം പുറത്തേക്ക് കളയുക. STP പ്ലാന്റൊക്കെ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുറച്ച് പൈസയാവും, പക്ഷെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ സോളാർ പാനൽ പോലെ തന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്, നിയമപ്രകാരം വേണ്ടതുമാണ്. അതുപോലെ ഗ്യാസിൻ്റെ കാര്യം, ഈ വേസ്റ്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഒരുപാട് വേസ്റ്റ് ആ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് തന്നെ പോകും. കമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില അറിയാലോ, ഭീകരമാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡെയിലി എന്നുള്ള നിലയ്ക്കാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ വില കൂടുന്നത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ കുറേ വേസ്റ്റ് അതിൽ പോയി കിട്ടും. കാരണം വേസ്റ്റ് എടുക്കാൻ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട ഒരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇൻറ്റീരിയറിലുള്ള ബേസിക് ഫർണിച്ചർ സംഭവങ്ങളെല്ലാം പറഞ്ഞു, പിന്നെ AC കാര്യം പറഞ്ഞു, പിന്നെ ഒരു ഇലക്ട്രിക്കൽ റൂമും സെപ്പറേറ്റ്. ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിങ് രണ്ടും വളരെ വളരെ ക്വാളിറ്റിയിൽ ചെയ്യണം. ഇല്ലെങ്കിൽ ഭയങ്കര ഭാരയാണ്. സ്ഥിരം ട്രിപ്പാവലും AC വർക്കാവാതിരിക്കലും നല്ല ക്വാളിറ്റിയിലുള്ള പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വയറിങ്ങും വേണം റെസ്റ്റോറൻറ്റിൽ, അത് മറക്കരുത്. അതുപോലെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ എത്ര 1000 ലിറ്ററിൻ്റെ കപ്പാസിറ്റി വേണം എന്നുള്ളത് അതിനെപ്പറ്റി നല്ല വിവരമുള്ള ആളുമായിട്ട് സംസാരിക്കുക. അതായത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് എത്ര വലുതാണോ അതിനനുസരിച്ച് 1000കണക്കിന് ലിറ്റർ വേണ്ടി വരും. സംഭവം സെറ്റ് ചെയ്ത് വെക്കണം. വെള്ളം ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര കുഴപ്പമാണ്. അപ്പം ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയക്കാം, പിന്നെ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാം. ഞാൻ ഇനിയും കുറേ വിഷയങ്ങളിൽ ഈ മാസ്റ്റർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഇതുപോലെ ഞാൻ ക്ലബ് ഹൗസിൽ പിന്നെ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം റെഗുലർ നടത്താറുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്നോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ തന്നെ മറുപടി തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണെങ്കിൽ തിങ്കളാഴ്ച കൊച്ചിയിൽ ക്ലാസ് ഉണ്ട്. 9000 രൂപയാണ് ഫീസ്. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൽ കുറച്ച് സീറ്റ്സ് ഇനിയും ബാക്കിയുണ്ട്, വീക്കെൻഡായിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾ കൊച്ചിയിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഓൺലൈൻ മാസ്റ്റർ ക്ലാസ് ചെയ്യാം. അത് 5 മണിക്കൂറാണ് ഓൺലൈൻ മാസ്റ്റർ ക്ലാസ്. അത് 15,000 ആണ് അതിൻ്റെ ഫീസ്. കാരണം ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 15,000 ആണ് അതിൻ്റെ ഫീസ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള സംഭവങ്ങൾ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ആയിരിക്കും അത്. ഓൺലൈൻ ക്ലാസ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, എനിക്ക് അറിയാവുന്ന ഭാഷ അത് രണ്ടുമാണ്. തമിഴ് ഒരു പരിധി വരെ ഒപ്പിക്കാന്നേ ഉള്ളൂ, തമിഴ് പാടായിരിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചെയ്യാം. അതും അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പം ഈ ആഴ്ച ഞാൻ ഒരു ഓൺലൈൻ മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നുണ്ട് ദൂരെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസൾട്ടൻസി പോലെയാണ് വേണ്ടതെങ്കിൽ എൻ്റെ ഫീസ് ഇങ്ങനെയാണ്. ആദ്യത്തെ മണിക്കൂറിന് 15,000 രൂപ, പിന്നത്തെ ഓരോ മണിക്കൂറിനും 1250 രൂപ വീതം 5 മണിക്കൂർ. അതായത് 5 മണിക്കൂറിന് 20,000 രൂപ. ഓക്കെ, അത് ഓൺലൈനിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ നേരിട്ടും ചെയ്യാം. അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് മണിക്കൂർ 5 മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വരും. 15,000 പ്ലസ് ഓരോ 5 മണിക്കൂറിന് 20,000 രൂപ. അപ്പോൾ 5 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയി എടുക്കണമെന്നില്ല. ഇന്നൊരു മണിക്കൂർ, എന്നിട്ട് അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മേ ബി ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ, മേ ബി ഒരാഴ്ച, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് എടുക്കാം. അപ്പോൾ പ്രൊഫഷണൽ ഇട്ട് ഇത്രയും സർവീസുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഓഫർ ചെയ്യാനുള്ളത്. പിന്നെ വേണമെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡിയോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫീസിബിലിറ്റി സ്റ്റഡി വി യൂഷ്വലി ചാർജ് 1.5 lakhs. പിന്നെ അതുപോലെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി
തരുന്ന പരിപാടി ഫീസിബിലിറ്റി സ്റ്റഡി പ്ലസ് ബിസിനസ് പ്ലാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫീ വിൽ ബി അറൗണ്ട് 2.53 lakhs. പിന്നെ റെസ്റ്റോറൻറ്റ് മൊത്തം ഉള്ള കൺസൾട്ടൻസിയാണ്. അത് ഞാനിപ്പോൾ അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. അതിൻ്റെ ഫീസ് കുറച്ച് കൂടുതലാണ്. മിനിമം ഫീ 7.5 ലക്ഷം രൂപയാണ്. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 8% ഏതാണോ കൂടുതൽ അത്. അപ്പോൾ പ്രൊഫഷണലായിട്ട് പറയേണ്ടതെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വിഷയമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.